നമസ്കാരം കൂട്ടുകാരെ, എസ് പി ജോബ് സ്പോട്ടിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സഹകരണ ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും നമുക്കിടയിൽ, അല്ലേ? എന്തുകൊണ്ടാണ്? വീടിന് തൊട്ടടുത്ത് തന്നെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള സൗകര്യം കൊണ്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്, അപേക്ഷയിൽ വേണ്ട യോഗ്യതകൾ എന്താണ്, പ്രായപരിധി എത്രയാണ്, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏതാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ നോക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിജ്ഞാപന തീയതി വരുന്നത് 2026 മെയ് 30-നാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 2026 ജൂൺ 30-ആണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനങ്ങളൊക്കെ വരുന്നത്. പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകളൊക്കെ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈൽ വഴിയും, അല്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷവും അപേക്ഷകൾ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാന തീയതി മറക്കാതെ തന്നെ ഇതെല്ലാം നമ്മൾ ഓർത്ത് വെച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് സെക്രട്ടറിയാണ്. കാറ്റഗറി നമ്പർ 15/2026. ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടറി പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് 4 തരം വിദ്യാഭ്യാസ യോഗ്യതകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു യോഗ്യതയുള്ളവർക്ക് ഉറപ്പായി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ യോഗ്യത നോക്കാം. ഇതിലൊന്നാമത്തേത് സഹകരണ ബാങ്കിൽ അക്കൗണ്ടൻ്റായോ അതിനു മുകളിലോ 7 വർഷത്തെ എക്സ്പീരിയൻസോടെ ഡിഗ്രി വിത്ത് HDC അല്ലെങ്കിൽ BM ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. കൂടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ BSc ഉണ്ടായിരിക്കണം. അടുത്തത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ MCom വിത്ത് ഫിനാൻസ്, അതും അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യയിൽ അംഗത്വമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് 3 ഇയർ എക്സ്പീരിയൻസ് മതിയാകും. അടുത്തത് BCom വിത്ത് കോർപ്പറേഷനാണ്. BCom വിത്ത് കോർപ്പറേഷൻ ഉള്ളവർക്ക് ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 3 ബാങ്കിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. 1 തിരുവനന്തപുരം, 2 കോട്ടയം, 3 പാലക്കാട്. തിരുവനന്തപുരത്ത് 31,000 മുതൽ 72,030 വരെയാണ് സാലറി വരുന്നത്. കോട്ടയത്ത് 29,500 മുതൽ 69,250 വരെയാണ്. പാലക്കാട് 16,420 മുതൽ 42,670 വരെയാണ് സാലറി പാക്കേജസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കി വേണം നമ്മൾ അപേക്ഷ കൊടുക്കാൻ. രണ്ടാമത്തെ പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടൻറ്റ്. 16/2026 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനായി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം സഹകരണ ഹയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതായത് HDC അല്ലെങ്കിൽ HDC BM ഉണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ 1 വർഷത്തെ റെഗുലർ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതുമല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും സഹകരണം ആൻഡ് ബാങ്കിങ്ങിൽ BSc ഓർ MSc ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. BCom കോപ്പറേഷൻ ഉള്ളവർക്ക് ഉറപ്പായും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഒഴിവുകളുള്ളത് കൊല്ലത്തും കണ്ണൂരുമാണ്. കൊല്ലത്ത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി പോസ്റ്റാണ്. 1 വേക്കൻസിയാണുള്ളത്. 25,910 മുതൽ 62,500 വരെയാണ് സാലറി വന്നേക്കുന്നത്. കണ്ണൂരുള്ളത് ചീഫ് അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ്.
അതും ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 29,500 മുതൽ 69,250 വരെയാണ് ഇതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ പോസ്റ്റ് വന്നേക്കുന്നത് കാറ്റഗറി നമ്പർ 17/2026 ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള ഒഴിവുകളാണ്. ഇതിൻ്റെ യോഗ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. SSLC അഥവാ തത്തുല്യ യോഗ്യതയും ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ JDC കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് സഹകരണ സംഘം ബാങ്കുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് SSLCയുടെ കൂടെ കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന GDC ഓർ DCM ഉണ്ടായിരിക്കണം. അടുത്തത് BCom വിത്ത് കോപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയോടുകൂടി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ HDC ഓർ HDC ആൻഡ് BM ഇതുള്ളവർക്ക് അപേക്ഷിക്കാം. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC ഓർ HDCM ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും സഹകരണം ആൻഡ് ബാങ്കിങ്ങിൽ BSc ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ ചില ജില്ലകളിൽ SC ST ഭിന്നശേഷി വിഭാഗം റിസർവ്ഡ് കാറ്റഗറീസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. സാലറി വരുന്നത് 18,000 മുതൽ 46,000 വരെയാണ്. ഭിന്നശേഷിക്കാരും SC ST കാറ്റഗറീസും ഉണ്ടെങ്കിൽ കൃത്യമായി അത് നോക്കി തന്നെ നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കുക. അപ്പോൾ നമുക്കിനി നാലാമതായി അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 18/2026 ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിലേക്കുള്ള ഒഴിവുകളാണ്. ഇതിലെ വിദ്യാഭ്യാസ യോഗ്യതകൾ നമ്മൾ മുൻപ് പറഞ്ഞ സെയിം വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. നമുക്കപ്പോൾ എവിടേക്കാണ് വേക്കൻസി വന്നേക്കുന്നത് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലേക്കാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. ഇതിൽ 16,000 മുതൽ 43,000 വരെ, 17,000 മുതൽ 44,000 വരെ എന്ന രീതിയിലാണ് സാലറികൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും SC ST കാറ്റഗറിക്കും ഭിന്നശേഷി വിഭാഗത്തിനും റിസർവ്ഡ് കാറ്റഗറീസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് നോക്കി തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 19/2026 ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളിലേക്കുള്ള ഒഴിവുകളാണ്. ഇവിടെയും ക്വാളിഫിക്കേഷൻസ് എല്ലാം മുൻപ് പറഞ്ഞതിൻ്റെ സെയിം തന്നെയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിരിക്കുന്നത്. ഇതിൽ 12,000 മുതൽ 34,000 വരെ, 14,000 മുതൽ 37,000 വരെ, 16,000 മുതൽ 42,000 വരെ എന്നിങ്ങനെയാണ് സാലറി റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റാണ് അടുത്തത്. കാറ്റഗറി നമ്പർ 20/2026 ക്വാളിഫിക്കേഷൻ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ MCA ഓർ BTech ഉണ്ടായിരിക്കണം. കൂടാതെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായി 3 വർഷം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇതിൽ കാസർഗോഡ് 1, തൃശ്ശൂർ 1 ഇങ്ങനെയാണ് വേക്കൻസികൾ വന്നേക്കുന്നത്. ഇതിൻ്റെ സാലറി 26,000 മുതൽ 63,000 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. അവസാനത്തെ പോസ്റ്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. കാറ്റഗറി നമ്പർ 21/2026 ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഇതിന് ഏതെങ്കിലും ഒരു ഡിഗ്രിയോടുകൂടി കേരള ഓർ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക്
അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിരിക്കുന്നത്. 16,000 മുതൽ 43,000 വരെ, 17,000 മുതൽ 44,000 വരെ എന്നിങ്ങനെയാണ് സാലറി റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പോസ്റ്റുകളാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞേക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ യോഗ്യതകൾ യോജിക്കുന്നവർ ഉറപ്പായും മിസ്സാക്കാതെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. നമുക്കിതിൻ്റെ പ്രായപരിധി നോക്കാം. 18 മുതൽ 40 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി വന്നേക്കുന്നത്. SC ഓർ ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5 വർഷത്തെ ഇളവും OBC ഓർ EWS വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷത്തെ ഇളവും 40% അതിൽ കൂടുതലോ ഉള്ള ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവുമാണ് ലഭിക്കുന്നത്. www.kerala.cseb.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസുമായി വരുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. നന്ദി.